പ്രതിഷേധം അവസാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം. പ്രതിഷേധമല്ല, ഒരു വികാരം സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായി അവരെക്കുറിച്ചുള്ള ചില ആകുലതകൾ പ്രകടിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ സർക്കാരും പ്രതിഷേധക്കാരും എന്ന വിധത്തിലുള്ള പ്രശ്നമല്ല. ചില ആകുലതകൾ അവർ ഉന്നയിച്ചു. അതിൽ ചിലത് ശരിയായിട്ടുള്ള കാര്യമാണ്, ചിലത് സർക്കാർ കർശനമായിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളതാണ്. അക്കാര്യം പരസ്പരം പറഞ്ഞു. അവരുടെ കുടുംബത്തിനോടും ബന്ധുമിത്രാദികളോടും സർക്കാരിൻ്റെ അനുശോചനവും സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവണ പോലും ആവർത്തിക്കാത്ത വിധം ഏറ്റവും കർശനമായിട്ടുള്ള നടപടി എടുക്കും എന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടും അവരുമായിട്ട് കൂടി ആലോചിച്ച് അവരുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ തന്നെ സംസാരിച്ച പലരുമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു. നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലവും പ്രയാസവും ഒക്കെ അവർ പറഞ്ഞു. വേറെ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കമല്ല ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ ക്യാബിനറ്റിനകത്ത് തീരുമാനം എടുക്കാമോ? അവരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൃതശരീരം ഇനിയും അനാദരവിന് വിധേയമാക്കാതെ ഏറ്റവും പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക, ബന്ധപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നടത്താനുള്ള സംവിധാനം ഉണ്ടാവുക. അതിന്ന് തന്നെ ഏറ്റവും വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കും. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് 2023 സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഏതെല്ലാം വിധത്തിലാണ് നടപ്പിലാക്കേണ്ടതിൽ സർക്കാർ ഇടപെടേണ്ടത് എന്നുള്ളത് ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി അദ്ദേഹം തന്നെ ഗൗരവമായിട്ട് ആലോചിച്ച് സർക്കാരിന് മുമ്പിൽ കൊണ്ടുവരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.